മരിച്ച മയ്യത്ത് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ഇസ്ലാമിന്റെ വിധി എന്താ? ഇസ്ലാം എന്താ പറയണത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോ ആയിരക്കണക്കിന് സ്വഹാബിമാരെ മരണപ്പെട്ടിട്ടുണ്ട്. ഈ സ്വഹാബത്തിന്റെ മയ്യത്തുകളുടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഗമിച്ചിട്ടുണ്ട്. ഏത് സ്വഹാബത്തിന്റെ മയ്യത്തിനെ അനുഗമിക്കുമ്പോഴാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ചൊല്ലിയത്? ഏത് സ്വഹാബത്തിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോഴാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയത്? ചൊല്ലിയിട്ടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചൊല്ലിയിട്ടില്ല. റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മകനല്ലേ ഇബ്രാഹിം, ചൊല്ലിയോ റസൂലുള്ളാഹ്? ഹബീബിന്റെ എത്ര പ്രിയങ്കരായ സ്വഹാബിമാരെ മരണപ്പെട്ടു. ഒരു മയ്യത്തിന്റെ കൂടെയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോ ദിക്ർ ചൊല്ലിയിട്ടില്ല. ഇനി നിങ്ങൾ നോക്ക്, കേരളത്തിലെ മുസ്ലിം സമൂഹത്തിലെ ബഹുഭൂരിഭാഗവും പറയും ഞങ്ങൾ ഷാഫി ഇമാമിന്റെ ആൾക്കാരാണെന്ന്. ഈ ഷാഫി ഇമാമിന്റെ ആൾക്കാരാണെന്ന് പറയുന്നവരോട് വിനയത്തിന്റെ ഭാഷയിൽ പറയട്ടെ, നിങ്ങൾ ഷാഫി ഇമാമിന്റെ ഗ്രന്ഥം തന്നെ പരിശോധിക്കണം. ഷാഫി ഇമാമിന്റെ ഗ്രന്ഥങ്ങൾ, ഷാഫി മദ്ഹബിലെ ഗ്രന്ഥങ്ങൾ. ഷാഫി മദ്ഹബിൽ ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതനാണ് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി. മഖ്ദൂമി തങ്ങളൊക്കെ പറഞ്ഞത്, ഷാഫി മദ്ഹബിൽ ഒരു മസ്അല ചോദിച്ചാൽ നബവി ഇമാമും റാഫി ഇമാമും എന്താ പറഞ്ഞത് അതാണ് അവസാനത്തെ വാക്കുന്ന. ഇത്രയും ശ്രേഷ്ഠനായ രണ്ടാം ഷാഫി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി, തന്റെ ഗ്രന്ഥത്തിൽ പറയണം, എന്താ പറയണറിയോ? നീ അറിയണം, അന്ന സ്വവാബൽ മുഖ്താർ മാ കാന അലൈഹി സലഫ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. പൂർവികരായ സലഫുസ്സാലിഹീങ്ങൾ, ആ സലഫുസ്സാലിഹീങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഏറ്റവും പ്രബലവും ശരിയുമായ അഭിപ്രായം അസ്സുകൂതു ഫീ ഹാലി സൈരി മഅൽ ജനാസ, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മിണ്ടാതെ പോകലാണ്. എന്താ പറഞ്ഞത്? മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മിണ്ടാതെ പോകണം. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ-അദ്കാറിന്റെ 134 പേജിൽ പറയുന്നു, അസ്സുകൂതു ഫീ ഹാലി സൈരി മഅൽ ജനാസ, ജനാസയുടെ കൂടെ പോകുമ്പോൾ മിണ്ടാതെ പോകണം. ഫലാ യുർഫഉ സൗതുൻ ബിഖിറാഅത്തിൻ വലാ ബിദിക്രിൻ, ഒരു ദിക്ർ കൊണ്ടോ ഒരു പാരായണം കൊണ്ടോ ശബ്ദമുയർത്താൻ പാടില്ല. വലാ ഗൈരി ദാലിക, അതല്ലാത്തതുകൊണ്ടും ശബ്ദമുയർത്താൻ പാടില്ല. ആര്? ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാരാ പറയേണ്ടത്. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മിണ്ടാതെ പോകണം. ഇനി മാത്രല്ല, ഹദീസ് പരിശോധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അനിൽ ഹസൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യക്റഹു സൗത ഇൻദ ഫലാസ്, 3 സമയങ്ങളിൽ ശബ്ദമുയർത്തുന്നത് നബി തങ്ങൾ വെറുത്തിരിക്കുന്നു. ഇൻദൽ ജനാസ, ജനാസയുടെ സമീപത്ത് വെച്ച് ശബ്ദമുയർത്തുന്നതിന് നബി തങ്ങൾ വെറുത്തിരിക്കുന്നു. അപ്പൊ ജനാസന്റെ സ്ഥലത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? സമീപത്ത് വെച്ചിട്ട് ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല. ഇത്രയെല്ലാം പറ്റൂല. മാത്രല്ല, ഇബ്നു ജരീർ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ് കാണാം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ തബിഅൽ ജനാസ, നബി തങ്ങൾ ഒരു ജനാസയെ പിൻപറ്റുകയാണെങ്കിൽ അക്സറ സുകാത്ത്, നബി തങ്ങൾ അത് മൗനത്തോടും മൗനവും മനസ്സിനോടുള്ള സംസാരവും വർദ്ധിപ്പിക്കും. റസൂലുള്ള മൗനമായിട്ടാണ് പോകാറുള്ളത്. ഒരു മയ്യത്തിനെ അനുഗമിച്ചു പോകുമ്പോൾ നബി തങ്ങൾ മിണ്ടാതെയാണ് പോകാറുള്ളത്. അദ്ദേഹം മനസ്സിനോട് ധാരാളമായി സംസാരിക്കും. മനസ്സിനോട് സംസാരിച്ചിട്ട് മൗനമായിട്ടാ റസൂലുള്ള പോവുക. മുസന്നഫ് അബ്ദുർ റസാഖിലെ 6282 പേജിലുള്ള വരികളാണ്. ഇതൊക്കെ ഹദീസാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മിണ്ടാതെയാ പോയത്.
ഇനി വീണ്ടും പറയുന്നു, ഖൈസ് ബിൻ അബ്ദിൻ റളിയല്ലാഹു അൻഹു പറയുന്നു, കാന സഹാബു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരായിരുന്നു, യക്റഹൂന റഫ്അ സൗതി ഇൻദൽ ജനായിസ്, ജനാസയുടെ അടുത്ത് വെച്ച് ശബ്ദമുയർത്തുന്നതിനെ അവർ വെറുത്തിരുന്നു. മഹാനായ റസൂലുള്ളാഹിയുടെ സ്വഹാബിമാരില്ലേ, സ്വർഗമുണ്ട് എന്ന് സന്ദേശ വാർത്ത അറിയിക്കപ്പെട്ടവരല്ലേ, അവരെ കുറിച്ച് പോലും പറയപ്പെടുന്നത് മയ്യത്ത് കൊണ്ടുപോകുമ്പോ അവർ ശബ്ദമുയർത്തുന്നതിനെ വെറുത്തിരുന്നു. അപ്പൊ മയ്യത്ത് കൊണ്ടുപോകുമ്പോ അല്ലേ ശബ്ദമില്ലാതെ കൊണ്ടുപോകേണ്ടത്, ദിക്ർ ചൊല്ലാൻ പാടില്ല. എത്രത്തോളം ഞാൻ ആദരിക്കുന്ന ഒരു പണ്ഡിതനാണ് റഹ്മത്തുള്ളാഹി ഖാസിമി മുത്തേടം. വ്യക്തിപരമായി നമ്മൾ ആരെപ്പറ്റിയും ഒരു വിരോധവും ആരെപ്പറ്റിയുമില്ല. റഹ്മത്തുള്ളാഹി ഖാസിമി മുത്തേടം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ എന്താ പറഞ്ഞെന്നറിയോ, മയ്യത്ത് കൊണ്ടുപോകുമ്പോ മിണ്ടാതെ പോകലാണ് ഏറ്റവും ശരിയായ അഭിപ്രായം എന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീനിൽ പഠിപ്പിക്കുന്നു. നിങ്ങൾ നോക്ക്, ഇതൊക്കെ ഷാഫി മദ്ഹബിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ കിട്ടുന്ന വസ്തുതകളാ. ഇതാരെയെങ്കിലും ആക്ഷേപിക്കാനോ ഏതെങ്കിലും പ്രസ്ഥാനത്തെ തറപറ്റിക്കാനോ ഏതെങ്കിലും മഹല്ലിനെ ഭിന്നിപ്പിക്കാനോ ഒന്നുമല്ല. ഇങ്ങനൊക്കെ ഉണ്ട്, ഇങ്ങനൊക്കെ ഇല്ലേ നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്ക്. ഇതൊക്കെ പറയുന്നത് സത്യമല്ലേ നിങ്ങളൊന്ന് പരിശോധിച്ചു.